ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. 45,000 കോടിയുടെ ഹെലികോപ്റ്റർ കരാറിന് കേന്ദ്രമന്ത്രിസഭ ഉടൻ അംഗീകാരം നൽകിയേക്കുമെന്ന റിപ്പോർട്ട്. കര വ്യോമസേനകൾക്കായി തദ്ദേശീയമായി വികസിപ്പിച്ച 56 ചെറിയ സൈനിക ഹെലികോപ്റ്ററുകളാണ് കേന്ദ്രം വാങ്ങുക. ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ച പ്രജന്റ് ചൈന പാകിസ്ഥാൻ അതിർത്തികളിൽ വിന്യസിക്കാനാണ് തീരുമാനം. പ്രതിരോധ രംഗത്ത് സുപ്രധാന ചുവടുവയ്പാകുമെന്ന് പ്രതിരോധ വകുപ്പ് അറിയിച്ചു. ഹെലികോപ്റ്ററുകളിൽ 90 എണ്ണം കരസേനയ്ക്കും 66 എണ്ണം വ്യോമസേനയ്ക്കും ലഭിക്കും. 16,400 അടി ഉയരത്തിൽ നിന്ന് ഇറങ്ങാനും പറന്നുയരാനും കഴിയുന്ന ലോകത്തിലെ ഏക ആക്രമണ ഹെലികോപ്റ്ററാണ് പ്രജന്റ്. കിഴക്കൻ ലഡാക്കിലും സിയാച്ചിനിലും വിന്യസിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഹെലികോപ്റ്ററുകൾ. 70 mm റോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെ അത്യാധുനിക ആയുധശേഷിയും കോപ്റ്ററിനുണ്ട്. ഏത് കാലാവസ്ഥയിലും ഭൂപ്രദേശത്തിലും പറന്നുയർന്ന ശത്രുവിന്റെ വ്യോമ പ്രതിരോധം തകർക്കാനും പ്രജന്റിന് കഴിയും. മണിക്കൂറിൽ 268 കിലോമീറ്ററാണ് പരമാവധി വേഗം. ഹെലികോപ്റ്ററിന്റെ പ്രവർത്തന ദൂരപരിധി 700 കിലോമീറ്ററാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ ടെലികോം ഉപയോക്താക്കൾക്കായി പുതിയൊരു ഫീച്ചർ അവതരിപ്പിക്കാൻ സ്വകാര്യ ടെലികോം കമ്പനികൾ. വിളിക്കുന്ന ആളിന്റെ പേര് കാണാൻ കഴിയുന്ന ഫീച്ചറാണ് ഉടൻ അവതരിപ്പിക്കുക. റിലയൻസ് ജിയോ, എയർടെൽ, വോഡഫോൺ ഐഡിയ എന്നീ കമ്പനികളാണ് ടെലികോം മേഖലയിൽ പുതിയൊരു മാറ്റത്തിന് വഴിതെളിക്കുന്നത്. ട്രൂ കോളർ പോലെയുള്ള തേർഡ് പാർട്ടി ആപ്പുകളുടെ സഹായമില്ലാതെ തന്നെ ഉപയോക്താക്കൾക്ക് കോളറുടെ പേര് കാണാൻ അനുവദിക്കുന്നതാണ് CNAP എന്ന പുതിയ ഫീച്ചർ. ഉപയോക്താവിന്റെ KYC രേഖകളിൽ രജിസ്റ്റർ ചെയ്ത പേരാണ് കാണുക. അതിനാൽ വ്യാജ കോളുകളുടെ ശല്യങ്ങൾ കുറയ്ക്കുവാനും തട്ടിപ്പുകൾക്ക് തടയിടുവാനും കഴിയും. ഇതിനാവശ്യമായ സെർവറുകളും സോഫ്റ്റ്വെയറുകളും വിന്യസിക്കുന്നതിന് ടെലികോം കമ്പനികൾ പ്രധാന കമ്പനികളുമായി ധാരണയിലെത്തി. ഫോണുകളിൽ ഈ സംവിധാനം ഉൾപ്പെടുത്തണമെന്ന് ട്രായ് കഴിഞ്ഞ വർഷം ശുപാർശ ചെയ്തിരുന്നു. സ്കാം കോളുകൾ നിയന്ത്രിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ സാങ്കേതിക പരിമിതികൾ കാരണം 2G നെറ്റ്വർക്കുകൾക്ക് CNAP പ്രായോഗികമല്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിൽ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സേവനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സ്റ്റാർലിങ്ക്. എന്നാൽ സ്പേസ് സെയിൽ പോലുള്ള ചൈനീസ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ദാതാക്കളിൽ നിന്ന് സ്റ്റാർലിങ്ക് ഭാവിയിൽ കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്ന് ടെക് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കും അഭ്യൂഹങ്ങൾക്കും ശേഷമാണ് സ്റ്റാർലിങ്കിന് ഇന്ത്യയിലേക്കുള്ള വഴി തെളിഞ്ഞത്. സർക്കാരിന്റെ റെഗുലേറ്ററി അംഗീകാരം ഉടൻ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കമ്പനി. അടുത്തിടെ ജിയോയുമായും എയർടെല്ലുമായും സഹകരിച്ച് രാജ്യത്തുടനീളം സ്റ്റാർലിങ്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു. നിലവിൽ 125 രാജ്യങ്ങൾ പ്രവർത്തിക്കുന്ന ഇവരുടെ ബ്രോഡ്ബാൻഡ് സേവനത്തിന് 70 ലക്ഷത്തിലധികം ഉപയോക്താക്കളുണ്ട്. എന്നാൽ സ്റ്റാർലിങ്കിന്റെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവും തുടർന്നുള്ള പ്രവർത്തനങ്ങളും അത്ര എളുപ്പമാവില്ലെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. സമീപഭാവിയിൽ സ്പേസ് സെയിൽ പോലുള്ള ചൈനീസ് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ദാതാക്കളിൽ നിന്ന് സ്റ്റാർലിങ്ക് കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. വൈകാതെ ഇന്ത്യയിലും ചൈനീസ് കമ്പനി എത്തുമെന്നാണ് സൂചന. ഇന്ത്യയിൽ എയർടെൽ, ജിയോ തുടങ്ങിയ പ്രാദേശിക ദാതാക്കളിൽ നിന്നും സ്റ്റാർലിങ്കിന് കടുത്ത മത്സരം നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര സർക്കാരിന്റെ ഓൺലൈൻ ടാക്സികൾ വരുന്നു. സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഓല, ഊബർ മാതൃകയിലാണ് പദ്ധതി നടപ്പിലാക്കുക. 2 വീലറുകൾ, ഓട്ടോറിക്ഷകൾ, 4 ചക്ര വാഹനങ്ങൾ എന്നിവയാവും സഹകരണ ടാക്സികളുടെ കീഴിൽ സർവീസ് നടത്തുക. ഇടനിലക്കാരെ ഒഴിവാക്കി ലാഭവിഹിതം ഡ്രൈവർമാരിലേക്ക് നേരിട്ടെത്തുന്ന രീതിയിലായിരിക്കും പ്രവർത്തനം. സഹകരണ സംഘങ്ങൾക്ക് ഇത്തരത്തിൽ സർവീസ് ആരംഭിക്കാമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സർക്കാർ പിന്തുണ ലഭിക്കുന്നതോടെ സ്വകാര്യ സർവീസുകൾ ഉപയോഗിക്കുന്ന ഡ്രൈവർമാരെയും ഉപഭോക്താക്കളെയും പുതിയ സംവിധാനത്തിലേക്ക് എത്തിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആശയം നടപ്പാവുന്നതോടെ സ്വകാര്യ സർവീസുകൾക്ക് ബദലായി സർക്കാർ പിന്തുണയിൽ ആപ്പ് പുറത്തിറക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറും. ഇതോടെ സ്വകാര്യ ആപ്പുകൾക്കും നിരക്ക് കുറവും ഡ്രൈവർമാർക്ക് കൂടുതൽ ആനുകൂല്യങ്ങളും നൽകേണ്ടി വരും. വിവിധ കമ്പനികൾ പല തുക ഈടാക്കുന്നുവെന്ന ആരോപണം നേരത്തെ സ്വകാര്യ ആപ്പുകൾക്കെതിരെ ഉയർന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സഹകരണ ടാക്സിക്ക് സർക്കാർ വഴിയൊരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മസ്കിന്റെ ടെസ്ലയെ മറികടന്ന ചൈനയുടെ BYD. കഴിഞ്ഞ വർഷം ആഗോള വിപണിയിൽ ചൈനയുടെ EV കാർ BYDയുടെ വിറ്റുവരവ് $10,000 കോടി പിന്നിട്ടു. 2024 ടെസ്ല $9,770 കോടി വിറ്റുവരവ് നേടിയപ്പോൾ BYD $10,720 കോടി നേടി. ഇതോടെ BYDയുടെ ലാഭം 34% ഉയർന്ന $4,030 കോടി. ഉയർന്ന സാങ്കേതിക മികവിനൊപ്പം ഗുണമേന്മയും ഡിസൈനും വിലക്കുറവുമാണ് BYDയെ ആകർഷകമാക്കുന്നത്. ചൈനീസ് EV വിപണിയിലും BYD തന്നെയാണ് മുന്നിൽ. ആദ്യം സാങ്കേതിക മികവിന്റെ ബലത്തിൽ ചൈന വിപണി പിടിച്ച ടെസ്ല ഇപ്പോൾ പിന്നിലേക്ക് പോവുകയാണ്. നിലവിൽ 5ാം സ്ഥാനത്താണ് ടെസ്ല. ടെസ്ലയെ മറികടന്നതോടെ യൂറോപ്യൻ വിപണിയിലടക്കം കടന്നുകയറാനാണ് BYDയുടെ ശ്രമം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.